ഹായ്, ഇന്ന് നമ്മൾ ഫലനോക്സിൻ്റെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരു ക്ലാപ്പ് പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് റീപോർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് മീഡിയ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഏറ്റവും സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ കൊക്കോ ചിപ്സാണ്. കരിയാണ് നമ്മൾ പോട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. കുറച്ച് വലിയ പീസ് കരിയാണ് ഇട്ടിട്ടുള്ളത്. മുകൾ ഭാഗത്ത് നമ്മൾ ചകിരിയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത പ്ലാന്റ്സിൽ നിന്ന് പോട്ട് അടർത്തി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിഭാഗത്തുള്ള വേരുകൾ നമുക്ക് കാണാം, ഒരുപാട് ചുറ്റി ഇരിക്കുന്നുണ്ടാകും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല രീതിയിലായിട്ട് റൂട്ട് നമ്മൾ ചട്ടിയിൽ നല്ലവണ്ണം സ്വിറ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നത്. ജസ്റ്റ് നമ്മൾ പോട്ട്സിന് മീഡിയ കൂടെ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ, പിന്നെ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് മുകളിൽ വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ കൊക്കോ ചിപ്സോ അതുപോലെ കരി കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഉള്ള മീഡിയ നമ്മൾ സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി നമ്മൾ ചാർക്കോൾ താഴെ ഇട്ടു, പിന്നെ നമ്മൾ പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഫില്ലായിട്ട് നിൽക്കും. സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫില്ല് ചെയ്തിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കാണാം. നമ്മൾ നോർമൽ ഈ 5.5 ഇഞ്ചസ് വരുന്ന പോട്ട്സിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് ക്ലാപ്പ് പോട്ട് മാറ്റുമ്പോൾ തന്നെ പ്ലാന്റ്സിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ പ്ലാന്റ്സ് അതിൽ ഫില്ല് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ആർക്കും എന്ത് ചെയ്യാം, പ്ലാന്റ്സ് റീപോർട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് നനച്ച് പ്ലാന്റ്സ് പോട്ട് ചെയ്ത ശേഷം നമ്മൾ നനച്ചു, നല്ല രീതിയിൽ ഒന്ന് ലീഫിലും മീഡിയ എല്ലാം ആവുന്ന രീതിയിൽ നനച്ചു. ഇനി നമ്മളിത് നല്ലൊരു സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. ഷെയ്ഡിൽ നല്ല പ്രോപ്പർ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതിൻ്റെ പ്രധാനം. പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രധാനമാണ് അത് വെക്കുന്ന സ്ഥലം. നല്ല ഷെയ്ഡുള്ള കൂടുതൽ സൺലൈറ്റ് ഡയറക്റ്റ് തട്ടാത്ത സ്ഥലത്ത് വെക്കുന്നത് നല്ലത്. ഇനി സ്റ്റാൻഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്കിതുപോലെ ഹാങ്ങർ വെച്ചിട്ട് ജസ്റ്റ് പ്ലാന്റ്സ് ഹാങ് ചെയ്തും ചെയ്യാം. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കുക. ചില ആളുകൾ ക്ലാപ്പ് പോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാങ്ങർ നമ്മൾ ഈ ഹാങ്ങർ സൈസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഹാങ് ആയിട്ടും വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.